കർണനോട് നീതി പുലർത്താൻ ഇതിഹാസത്തിലെ സാമൂഹ്യ വ്യവസ്ഥ പരാജയപ്പെട്ടോ എന്നാണ് ചോദ്യം. നമുക്ക് അനുകൂലമായും പ്രതികൂലമായും ഇതിൽ സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയം ആരംഭിക്കുന്നു. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ ഭയന്നാണ് കുന്തി കർണനെ നദിയിൽ ഒഴുക്കാൻ തീരുമാനിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭം ധരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് കുന്തി കടുങ്കൈ ചെയ്തത്. മാത്രമല്ല, കുന്തി ഇത് മറച്ചു വെച്ചത് തന്റെ വളർത്തച്ഛനായ കുന്തിഭോജനും അച്ഛനായ ശൂരസേനനും ദിവ്യമന്ത്രം നൽകിയ ദുർവാസാവ് മഹർഷിക്കും സൂര്യഭഗവാനും അപകീർത്തി ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചാണ്. ഇവിടെ കുന്തി സൂര്യഭഗവാനോട് കർണന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. കവചകുണ്ടലങ്ങളോടെയാണ് കുട്ടി ജനിച്ചത്. അതുകൊണ്ട് കുന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു ദിവ്യജന്മമായ ഈ കുട്ടി അവന്റെ അച്ഛനാൽ സംരക്ഷിക്കപ്പെട്ടുകൊള്ളുമെന്ന്. കുന്തിയുടെ നിസ്സഹായാവസ്ഥയാണ് സൂചിപ്പിച്ചത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സുഹൃത്ത് പറഞ്ഞു, കുന്തി നദിയിൽ ഒഴുക്കി വിടുകയാണ് ചെയ്തതെന്ന്. കുന്തി ഒരിക്കലും ഒഴുക്കി വിട്ടിട്ടില്ല. കുന്തി അവിടെ സൂര്യദേവനിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സർവ്വയിടത്തും കിരണങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന സൂര്യദേവൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്ന് കുന്തിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂര്യദേവൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപേക്ഷിക്കുക എന്ന വാക്കിന്റെ അതാണ് അവിടെ വ്യവസ്ഥയില്ലാത്തത്. കാരണം ഒരിക്കലും കുന്തി അവിടെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. മറിച്ച് നമ്മുടെ നിരൂപണത്തിന്റെ തെറ്റാണ്, നാം കാണുന്ന കണ്ണുകളുടെ തെറ്റാണ് ഉപേക്ഷിക്കുക എന്ന വാക്ക് നമ്മളെ പ്രയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഉപേക്ഷിക്കുകയല്ല സുഹൃത്തെ, മറിച്ച് സൂര്യദേവന്റെ കയ്യിൽ ആദിത്യ കിരണങ്ങളോടുകൂടി സർവ്വജ്വലിക്കുന്ന ആ സൂര്യകിരണങ്ങളുടെ രശ്മിയിൽ അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുന്തിക്കുണ്ടായ ഒരു കുട്ടികൾക്കും ഇതുപോലെയുള്ള കവച കുണ്ടലങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദിവ്യജന്മമായി കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. കവച കുണ്ടലങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ കുന്തിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? കാരണം കുന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് സൂര്യഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടുകൊള്ളുമെന്ന്. അതുകൊണ്ടാണ് കുന്തി അവിടെ സൂര്യഭഗവാനാൽ സൂര്യദേവൻ സംരക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞു. സുഹൃത്ത് അതിനോട് അനുകൂലിക്കുന്നു. സൂര്യദേവൻ സംരക്ഷിച്ചു, പിന്നെ മാതാവിന് അവിടെ എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ആശയം ഈ വ്യവസ്ഥ പരാജയപ്പെട്ടു, കർണന് സംരക്ഷണം ലഭിച്ചില്ല എന്നാണ്. അതിന് ശക്തി ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കൂ. കുന്തി എന്തുകൊണ്ടാണ് കർണനെ ഒഴുക്കിവിടാൻ തീരുമാനിക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ പലയിടങ്ങളിൽ, കുന്തിയുടെ ഇടത്ത് മാത്രമല്ല പലയിടത്തും കർണന് നിഷേധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ്? കാരണം കുന്തിക്ക് കർണനെ കിട്ടിയത് കുന്തി ചെറുപ്രായത്തിലാണ്. അത് പറഞ്ഞാൽ ഒരു കുമാരി ആ സമയത്തായിരുന്നു കുന്തിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ സമയത്ത് ചെയ്തു വെച്ചാൽ അത് വലിയ തെറ്റായിട്ടാണ് കണക്കാക്കിപ്പെട്ടിരിക്കുന്നത്. അത് കാരണം ആ അപമാനം സഹിക്കാൻ വയ്യാതെയാണ് കർണനെ ഒഴുക്കി വിട്ടത്. ഒരു പുത്രനുള്ള സ്ത്രീ പാണ്ഡു വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ? അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയും ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിലും നമ്മൾ തയ്യാറാകുമോ? ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു കർണനെ, അതായത് ആ ഒരു സാമൂഹിക വ്യവസ്ഥ കൊണ്ടാണ് ഉപേക്ഷിക്കുകയല്ല ഏൽപ്പിക്കുക, അതാണ് ചെയ്തെന്നാണ് സുഹൃത്ത് സമർത്ഥിച്ചത്. പക്ഷേ പിന്നീട് അതായത് കർണനും കുന്തിയുമായിട്ടുള്ള സംയമനത്തിൽ പറയുന്നുണ്ട്, കർണന്റെ വിഷമങ്ങൾ പറയുന്നുണ്ട്. അല്ലയോ മാതാ, ക്ഷത്രിയനായിട്ട് പോലും ക്ഷത്രിയ ധർമ്മങ്ങൾ കിട്ടാതെ പോയത് മാതാവായ കുന്തി ദേവി കാരണമാണ്. എന്റെ ഹിതം അനുസരിച്ച് അമ്മ അന്ന് തന്നെ പ്രവർത്തിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഗതി എനിക്ക് വരില്ലായിരുന്നു എന്ന് കർണൻ തന്നെ പറയുന്നുണ്ട്. ക്ഷത്രിയന്റെ യശസ്സാണ് സുഹൃത്തെ അവിടെ നശിപ്പിക്കപ്പെട്ടത്. ഇതെങ്ങനെയാണ് നീതിയായി തീരുക? ഗാന്ധാരിയുടെ മാതൃത്വവും പരാജയപ്പെട്ടത് ഇവിടെ തന്നെയല്ലേ? മക്കളുടെ അന്യായ പ്രവൃത്തി കണ്ട് തിരുത്തേണ്ട മാതാവ് ഇവിടെ വിഷയം അതല്ലല്ലോ. കർണന് നീതി നിഷേധിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കൃത്യമായ പോയിന്റുകൾ ഉണ്ടാവും. കർണന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മാതൃത്വം മാത്രമല്ല, പലയിടങ്ങളിൽ പരശുരാമന്റെ അടുത്ത് നിന്ന്, രാജാധികാരത്തിന്റെ അടുത്ത് നിന്ന് പലയിടത്തും മാറി നിൽക്കൂ. പാഞ്ചാലി നിഷേധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് പോയിന്റ് ആക്കാവുന്നതാണ്. കുന്തിക്ക് കർണനോടുള്ള മാതൃവാത്സല്യം പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും കുന്തി അത് പ്രകടിപ്പിക്കാതിരുന്നത് സാമൂഹ്യ വ്യവസ്ഥയെ ഭയന്നുകൊണ്ടാണ്. ഉദാഹരണത്തിന് കർണന്റെ ആയുധ പരീക്ഷാ സമയത്ത് ദ്രോണാചാര്യരുടെ മുന്നിൽ കർണൻ അപമാനിക്കപ്പെട്ടു. അപ്പോൾ കുന്തിക്ക് പറയാമായിരുന്നു, കുന്തിക്ക് അതിനെതിരെ വാക്കുകൾ ഉയർത്താമായിരുന്നു. ശക്തമായ പോയിന്റാണ് ഇവർ സംസാരിച്ചത്. എന്തുകൊണ്ട് കുന്തി നിശബ്ദയായി? കുന്തി അവിടെ മൗനം ഭഞ്ജിക്കാത്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് സത്യം അപ്രിയം. അപ്രിയ സത്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. പ്രിയം ച നാനൃതം ഭൂയാത് ധർമ്മ സനാതന. അവിടെ കുന്തി ദേവിക്ക് അപ്രിയ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വേദങ്ങളിലും ഉപനിഷത്തുകളിലും നാം പഠിച്ചിട്ടുള്ള പാഠം എന്താണ്? അപ്രിയ
അപ്രിയ സത്യങ്ങൾ പറയരുത്. ഇവിടെ കുന്തി ദേവി ആ അപ്രിയ അത് സത്യങ്ങൾ പാലിക്കുകയാണ് ചെയ്തത്. ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? കുന്തി അതോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അമ്മയല്ലേ ആദ്യത്തെ ഗുരു. അപ്പോൾ വേണ്ട സമയത്ത് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി മക്കളെ നേർവഴിയിലൂടെ നടത്തേണ്ട മാതാവ് ഇവിടെ സ്വന്തം കുട്ടിയുടെ ജീവനെ പോലും കാര്യമാക്കാതെ അതിനീചമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി ഇനി 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞത് സമർത്ഥിക്കൂ. കർണനെ തന്നെ മാതൃത്വത്തിൽ നിന്നും മാതാവായ രാധ നോക്കിയിട്ടുണ്ട്. രാധയ്ക്ക് കർണനെ പാലൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദിത്യദേവന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. പിന്നെ അത് കുട്ടികളില്ലാത്ത രാധയ്ക്ക് അല്ലെങ്കിൽ ഒരിക്കലും പാലൂട്ടാൻ അത് സാധിക്കില്ലായിരുന്നു. തെളിയിക്കുന്ന വസ്തുത എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് കർണപർവത്തില് നാം പഠിക്കുന്നുണ്ട്, അതായത് കൃഷ്ണനും കർണനും തമ്മിലുള്ള ആ ഒരു സംയോഗത്തിൽ പറയുന്നുണ്ട്. കൃഷ്ണൻ പറയാണ്, പാണ്ഡവ പക്ഷത്ത് ചേരൂ കർണ എന്ന് ഒരുപാടധികം പ്രലോഭനങ്ങള് ശ്രീകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് കർണന് നേരെ വരുന്നുണ്ട്. അപ്പൊ കർണൻ പറയുന്ന ഉത്തരമാണ് ശ്രീകൃഷ്ണനെ യോദ്ധാവും നേതാവും അർജുനനെ യോദ്ധാവുമായി കിട്ടിയ യുധിഷ്ഠിരൻ തന്നെ രാജ്യം ഭരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന്. പിന്നീട് പറയുന്നുണ്ട്, സ്വന്തം മാതാപിതാക്കൾ ഞങ്ങൾ ഇവിടെ സമർത്ഥിക്കുന്ന രാധയും അതുപോലെ തന്നെ അധിരഥനെയും ഒരിക്കലും എനിക്ക് വിട്ടു പിരിഞ്ഞു പോരാൻ സാധിക്കില്ല. അവരുടെ പക്ഷേ ഈ ഉദരങ്ങൾക്ക് സാമൂഹ്യ ചെയ്യേണ്ടത് വ്യവസ്ഥ ഞാനാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോളൂ. പക്ഷേ ഈ സാമൂഹ്യ വ്യവസ്ഥ മഹാഭാരതത്തിലെ മിക്ക സ്ത്രീകളുടെയും ജീവിതത്തിൽ സങ്കടം മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് കർണന്റെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യൂ. കർണന്റെ കാര്യം ഫോക്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യൂ. കർണന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. കൺക്ലൂഡ്. കർണന് ഒരിക്കലും മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. കർണന് മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കുന്തി കർണനെ സംരക്ഷിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. കർണനെ കുന്തി. രാധ സംരക്ഷിച്ചിട്ടുണ്ട്. കർണന്റെ എന്നാലും അമ്മയായിരുന്നു. അപ്പോൾ കർണൻ കർണന് രാധേയനാണ്. കർണനെ നഷ്ടപ്പെട്ടത് രാധാപുത്രനാണ്. അവന്റെ ബാല്യകാലം കർണന് അല്ലേ? മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല. മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന വളരെ ശക്തമായ ഒരു ആശയമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കർണന് അവന്റെ ബാല്യകാലമാണ് നഷ്ടപ്പെട്ടത്. ഒരു കുട്ടി എന്ന് പറയുന്നത് അവനെ സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചു നടക്കാൻ പറ്റുന്നത് അവന്റെ ബാല്യകാലത്തല്ലേ. അപ്പോൾ അവന് നഷ്ടപ്പെട്ടത് ബാല്യകാലമല്ലേ. അത് കുന്തി ഈ ചെയ്ത ഈ അതിനീചമായ കൃത്യം കൊണ്ടല്ലേ കർണന് ആ ബാല്യകാലം നഷ്ടപ്പെട്ടത്. കർണൻ ഹസ്തിനപുരിയിൽ മറ്റുള്ളവരുടെ കൂടെ കളിച്ചു ചിരിച്ച് കർണന് ബാല്യകാലം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഹസ്തിനപുരിയിൽ മറ്റു രാജാക്കന്മാരുടെ കൂടെയാണ് കർണൻ വാണിരുന്നത്. എല്ലാവിധ ആയോധന കലകളും പഠിച്ച് തന്നെയാണ് കർണൻ ഒരു വീരനായിട്ട് തന്നെയാണ് കർണൻ വാണിരുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഇന്നും ഉജ്ജ്വല കഥാപാത്രമായി കർണൻ നാം ഇവിടെ നിലകൊള്ളുന്നത്. വാഗ്വാദം തീർച്ചയായും നടത്തുന്നില്ലേ? വളരെ ശക്തമായ ആശയങ്ങളാണ് സംസാരിക്കപ്പെട്ടത്. കർണന് നിഷേധിക്കപ്പെട്ട നീതി അത് എക്കാലത്തും പ്രസക്തമായ ഒരു ചോദ്യമാണ്. കർണന് നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന ശക്തമായ വാദത്തോടൊപ്പം തന്നെ കർണന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട ബാല്യത്തെക്കുറിച്ച്, അരക്ഷിതാവസ്ഥയെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്കും അവതരിപ്പിക്കാൻ സാധിച്ചു.